ഹായ് ഫ്രണ്ട്സ്, കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ പാർട്ട് 2 ഭാഗമായ എക്കണോമിക്സിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. 23rd question. When interest rate increases, people would like to hold less of ideal balances. Which causes A? Option A, negative slope in the LM curve. Option B, positive slope in the LM curve. C, positive slope in the IS curve. D, negative slope in the IS curve. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുമ്പോൾ പീപ്പിൾ വുഡ് ലൈക്ക് ടു ഹോൾഡ് ലെസ് ഓഫ് ഐഡിയൽ ബാലൻസസ്. വിച്ച് കോസസ് എ എന്നാണ് ചോദ്യം. ആൻസർ ബി, പോസിറ്റീവ് സ്ലോപ്പ് ഇൻ ദ LM curve. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഡ്യൂറിങ് എ ഇയർ പ്ലസ് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് ഈസ് കാൾഡ്. Option A, gross national product. Option B, gross domestic product. Option C, net national product. Option D, net domestic product. Total value of final goods and services produced in an economy during a year plus net income from abroad കൂടി ഇത് ആഡ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എ, gross national product. Next question. How does expansionary monetary policy affect the rate of interest and level of income? Option A, raises the rate of interest and raises the level of income. Option B, raises the level of income but lowers the rate of interest. Option C, raises the rate of interest but lowers the level of income. Option D, lowers both rate of interest and level of income. അതായത് expansionary monetary policy affect the rate of interest and level of income എന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡസ് എങ്ങനെയാണ് മോണിറ്ററി പോളിസി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും ലെവൽ ഓഫ് ഇൻകത്തെയും അഫക്റ്റ് ചെയ്യുന്നത്. ആൻസർ ബി, റേസസ് ദ ലെവൽ ഓഫ് ഇൻകം ബട്ട് ലോവേഴ്സ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് മോണിറ്ററി പോളിസി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും ലെവൽ ഓഫ് ഇൻകത്തെയും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് റേസസ് ദ ലെവൽ ഓഫ് ഇൻകം. മോണിറ്ററി പോളിസി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലെവൽ ഓഫ് ഇൻകം റേസ് ചെയ്യുന്നു ബട്ട് ലോവേഴ്സ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോവർ ആവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ലെവൽ ഓഫ് ഇൻകം ഈസ് 0, കൺസംഷൻ അറ്റ് ദ ലെവൽ ഈസ് കാൾഡ്. ഓപ്ഷൻ എ, മിനിമം കൺസംഷൻ. ഓപ്ഷൻ ബി, ഡിപ്പെൻഡൻറ്റ് കൺസംഷൻ. ഓപ്ഷൻ സി, ഓട്ടോണമസ് കൺസംഷൻ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ലെവൽ ഓഫ് ഇൻകം 0 ആവുമ്പോൾ കൺസംഷൻ അറ്റ് ദ ലെവൽ, ആ സമയത്തുള്ള കൺസംഷൻ അറ്റ് ദ ലെവൽ എന്നുള്ളതിനെ എന്താ വിളിക്കുക എന്നാണ് ചോദ്യം. ആൻസർ സി, ഓട്ടോണമസ് കൺസംഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഇക്വേഷൻ? ഓപ്ഷൻ എ, APC plus APS is equal to 1. Option B, MPC plus APC is equal to 1. Option C, MPC plus MPS is equal to 0. D, none of the above. ഈ ഇക്വേഷനിൽ ഏതാണ് കറക്റ്റ് ഇക്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പ്ലസ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If at our rate of interest the cost of capital assets increases, then the marginal efficiency of capital curve would. Option A, remain unchanged. B, goes beyond the x-axis. Option C, shift rightward. D, shift leftward. Answer D, shift leftward. Next question. If MPC is equal to 0.6, the investment multiplier will be. Option A, 1.67. Option B, 2.5. Option C, 6.0. Option D, 4.0. MPC ഇവിടെ തന്നിട്ടുണ്ട് 0.6 ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കണം. സോ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാനുള്ളൊരു ഇക്വേഷനാണ് K is equal to 1 divided by 1 minus MPC. So 1 divided by 1 minus 0.6. MPC തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ 0.6 അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഈസ് ഈക്വൽ ടു 1 divided by 0.4 ഈസ് ഈക്വൽ ടു
2.5 ആണ് ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, 2.5. Next question. When a linear consumption function undergoes a parallel shift downward, the investment multiplier will be option A fall, option B rise marginally, option C remain as before, D become double. When linear consumption function undergoes parallel shift to downward and investment multiplier എന്ത് സംഭവിക്കുന്നു? Remain as before. അതാണ് ആൻസർ, ഓപ്ഷൻ സി, remain as before. Next question. According to the modern form of Phillips curve, inflation is not dependent on option A expected inflation, option B cyclical unemployment, option C supply shocks, option D trade deficit. According to the modern form of Phillips curve, inflation is not dependent on answer D trade deficit. Next question. When a variable is shocked away from its initial value, it shows no tendency to return even when the shock is over. This phenomenon is termed as option A Organ's law, B sacrifice ratio, C hysteresis, D Keynes effect. Option C an answer. Next question. According to business cycle facts, production is a option A leading and counter cyclical variable, option B coincident and pro-cyclical variable, option C lagging and acyclical variable, D none of the above. According to business cycle facts, production is a എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ, coincident and pro-cyclical variable. Next question. Hansen has produced a business cycle theory based on the interaction of multiplier with a weak accelerator which produces business cycles which exhibits option A. 35 question. Hansen has produced a business cycle theory based on the interaction of multiplier with a weak accelerator which produces business cycle which exhibits option A consistent divergence, option B explosive divergence, option C damped oscillation, option D constant oscillation. Hansen produced a business cycle theory based on the interaction of മൾട്ടിപ്ലൈൻ്റെയും വീക്ക് ആക്സിലേറ്ററിൻ്റെയും ഒരു ഇൻട്രാക്ഷനോട് കൂടി ഹാൻസൺ ഒരു എക്കണോമിസ്റ്റ് അദ്ദേഹം ബിസിനസ് സൈക്കിൾ തിയറി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് പ്രൊഡ്യൂസസ് ബിസിനസ് സൈക്കിൾ വിച്ച് എക്സിബിറ്റ്സ്, അതാണ് ഡാംപ്ഡ് ഓക്സിലേഷൻ, ഓപ്ഷൻ സി. 35 question. Efficient financial market hypothesis is developed by option A Paul Krugman, option B Christina Romer, option C Milton Friedman, option D Igona Fama. Efficient financial market hypothesis ഡെവലപ്പ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ ഡി ഇഗോനെ ഫാമ. Next question. Accelerator coefficient is the ratio between option A induced investment and initial change in consumption expenditure, option B saving and consumption expenditure, option C income and consumption expenditure, option D profit and consumption expenditure. Accelerator coefficient എന്ന് പറയുന്നത് accelerator coefficient എന്താണെന്ന ചോദ്യം is the ratio between induced investment and initial change in consumption expenditure. Next question. Which among the following is not a policy implication of the new classical approach? Option A policy ineffectiveness proposition, and B the output and employment cost of reducing inflation, option C the dynamic time inconsistency, credibility and monetary rules, option D aggregate demand determining the output model. Which among the following is a not policy implication of new classical approach? ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ പോളിസി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിറ്റർമിനിങ് ഔട്ട്പുട്ട് മോഡൽ.
Next question. The economic policy principles and design is authored by option A. S. Tail, option B. R. E. Lucas, option C. S. Fisher, D. J. Dimbergen. Economic policy principle and design is authored by. അത് ആരുടെയാണ് ചോദ്യം? ആൻസർ ഡി ആണ്, ജെ ഡിംബർഗൻ്റെ ആണ് എക്കണോമിക് പോളിസി പ്രിൻസിപ്പിൾസ് ആൻഡ് ഡിസൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Lucas supply curve, the amount of output that the firms are willing to supply increases as the ratio of the actual to the expected price level. Option A remain constant, option B increases, option C decreases, option D none of the above. Lucas supply curve amount of output the firms are willing to supply increases as the ratio of actual expected price level. ആക്ച്വൽ എക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കുന്ന വില നിലവാരം എങ്ങനെയാണ്, അത് വർദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണോ ഡിക്രീസ് ആണോ എന്നാണ്, നൺ ഓഫ് ദി എബവ് ആണെന്നാണ് ചോദ്യം. ആൻസർ ബി ഇൻക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു മോൺട്രിസ്റ്റ്, പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൗഡ്സ് ഔട്ട് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് എ റിസൾട്ട് ഓഫ് റൈസ് ഇൻ ഓപ്ഷൻ എ മണി സപ്ലൈ, ഓപ്ഷൻ ബി അഗ്രിഗേറ്റ് ഡിമാൻഡ്, സി ലിക്വിഡിറ്റി പ്രിഫറൻസ്, ഡി ഇൻട്രസ്റ്റ് റേറ്റ്. Option D interest rate.